ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണി എല്ലാ കാര്യങ്ങളും കോടതിയോട് പറഞ്ഞു കഴിഞ്ഞു. കാരണം തല്ലിയതടക്കം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവൾ സമ്മതിച്ചും കഴിഞ്ഞു. അതിന് നിയമാനുശാസിക്കുന്ന എന്ത് ശിക്ഷയാണെങ്കിലും അത് ഞാൻ സ്വീകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കല്യാണി തിരിച്ച് കൂട്ടിലേക്ക് പോകുന്നത്. അപ്പം കോടതി വിധിക്ക് വേണ്ടി ഓരോരുത്തരായിട്ട് കാത്തു നിൽക്കുന്ന ആ ഒരു നിമിഷമാണ്. ആ സമയത്ത് സോണി കിരണിനോട് ചോദിക്കുന്നുണ്ട്, കല്യാണിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഏട്ടാ? അപ്പം കിരൺ പറയുന്നുണ്ട്, വിക്രത്തിനെ പൊതുനിരത്തിൽ വെച്ച് തല്ലി എന്നുള്ള കാര്യം കല്യാണി സമ്മതിച്ചു കഴിഞ്ഞു, അതിന് തെളിവുമുണ്ട്. അപ്പം സോണി പറയുന്നുണ്ട്, വിക്രത്തിനെതിരെ കൗണ്ടർ കേസ് ഇവിടെ നിലനിൽക്കുക, മാത്രമല്ല രണ്ടുപേർക്കും എതിരെ തെളിവില്ലേ, രണ്ടുപേർക്കും വിധി ഒരുപോലെ ബാധകമല്ലേ? അപ്പം കിരണും പറയുന്നുണ്ട്, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോഴേക്കും ജഡ്ജി വിധി പറയാൻ തുടങ്ങുകയാണ്. ഇവിടെ 2 കേസുകളാണ് കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുള്ളത്. വിക്രമാദിത്യനെ പൊതുനിരത്തിൽ വെച്ച് തല്ലിയ കല്യാണിയുടെ കേസ്, മറ്റൊന്ന് സോണിയുടെയും ശരണ്യയുടെയും വീട്ടിൽ മോഷണത്തിന് കയറി അവരുടെ ഭർത്താക്കന്മാരുടെ തലയ്ക്കടിച്ച വിക്രത്തിൻ്റെ കേസും. എല്ലാവരും കാതോർത്ത് നിൽക്കുകയാണ് വിധി എന്താണെന്ന് അറിയാൻ വേണ്ടി. ആ സമയത്ത് ജഡ്ജി പറയുന്നുണ്ട്, ഇങ്ങനെയൊരു കേസിന് കോടതി ഇതുവരെ സാക്ഷിയായിട്ടില്ല. അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കേസാണിത്. പൊതുനിരത്തിൽ വെച്ച് ആണിനായാലും പെണ്ണിനായാലും ഒരാളുടെ മുഖത്തടിക്കാനുള്ള അധികാരമില്ല. കല്യാണി ശരിക്കും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് കിരണും സോണിയും ശരണ്യയും ഒക്കെ പേടിയോടുകൂടിയാണ് കേട്ട് നിൽക്കുന്നത് വിധി. പക്ഷേ വിക്രത്തിൻ്റെ മുഖത്ത് മാത്രം ഒരു പരിഹാസ ചിരിയുണ്ടായിരുന്നു. കല്യാണി എന്ന പെൺകുട്ടി ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചാണ് സ്വന്തം സഹോദരനായ വിക്രമാദിത്യൻ്റെ മുഖത്തടിച്ചത്. അത് കോടതിയെ സംബന്ധിച്ച് ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. അപ്പോൾ കല്യാണി വിധി ഏകദേശം തനിക്കെതിരാണെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. വിക്രമാണെങ്കിൽ സന്തോഷത്തോടു കൂടി അച്ഛനെ നോക്കുന്നുണ്ട്. കിരണാണെങ്കിൽ എല്ലാം തകർന്നൊരവസ്ഥയിലാണ്. കാരണം കല്യാണി ഇത്രയും വാദിച്ചിട്ടും കോടതി വിധി വിക്രത്തിന് അനുകൂലമായോ എന്നൊരു ഡൗട്ടിലാണ് കിരണടക്കം എല്ലാവരും ഉള്ളത്. അപ്പം ജഡ്ജ് ബാക്കി കൂടെ വായിക്കുകയാണ്. ആ നിലയ്ക്ക് കല്യാണി എന്ന പെൺകുട്ടിയുടെ പ്രവൃത്തിയെ ഈ കോടതിക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. തെറ്റ് ചെയ്ത കല്യാണിയെ വെറുതെ വിടാനും കഴിയില്ല. അപ്പം വിക്രം ഇങ്ങനെ വിജയിച്ച ഭാവത്തിൽ നിൽക്കുകയാണ് എല്ലാവരെയും നോക്കിക്കൊണ്ട്. അതേപോലെ തന്നെ പ്രകാശനും പരിഹാസം തോന്നുകയാണ് മറ്റുള്ളവരോട്. ഇവിടെ കേസിലും കൗണ്ടർ കേസിലും ഉൾപ്പെട്ട വിക്രമാദിത്യനും കല്യാണിയും ചെയ്ത പ്രവൃത്തികൾ മാറ്റുരച്ചപ്പോൾ കോടതിക്ക് വ്യക്തമായത് മറ്റൊരു സത്യമാണ്. അതെന്താണെന്നറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റിയോടുകൂടിയാണ് പിന്നെ രണ്ടുപേരും കേട്ട് നിൽക്കുന്നത്, വിക്രമും അതുപോലെ തന്നെ കല്യാണിയും. അപ്പം കോടതി പറയുന്നുണ്ട്, ആദ്യം ശരണ്യ എന്ന പെൺകുട്ടിയുടെ വീട്ടിൽ മോഷണത്തിന് കയറിയതും പിന്നീട് സോണിയുടെ വീട്ടിൽ കയറിയതിനും വ്യക്തമായ തെളിവുകളുണ്ട്. അപ്പം കല്യാണിയുടെ മുഖത്ത് ചിരി വിരിയാണ്. അതേസമയം വിക്രമാണെങ്കിൽ എവിടെയൊക്കെയോ പെട്ട് എന്നുള്ളത് വിക്രത്തിനും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജഡ്ജി പറയുന്നുണ്ട്, ഫോറൻസിക് ലാബിലെ റിപ്പോർട്ട് പ്രകാരം വിക്രമാദിത്യൻ തന്നെയാണ് ഈ 2 വീട്ടിലും കയറി ഈ 2 ക്രൂരകൃത്യങ്ങളും ചെയ്തതെന്ന കാര്യം വ്യക്തമാണ്. വിക്രം നന്നായിട്ട് ഷോക്കായി പോയി. അതുപോലെ തന്നെ പ്രകാശനാണെങ്കിലും ഞെട്ടിപ്പോവാണ്. അപ്പോഴാണ് കിരണൊന്ന് ഇരുന്നിടത്തുനിന്നൊന്ന് പൊന്തിയത്. കാരണം ഇത്രയും നേരം കല്യാണിക്കെതിരായിട്ടാണല്ലോ ജഡ്ജി സംസാരിച്ചത് മുഴുവൻ. അപ്പം ജഡ്ജി പറയുന്നുണ്ട്, ജീവിതം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഈ ശരണ്യ എന്ന പെൺകുട്ടിയും സോണിയും. അവിടെയാണ് അവരുടെ ചെറുപ്പക്കാരായ ഭർത്താക്കന്മാരെ മോഷണ ശ്രമത്തിൽ തലക്കടിച്ച് വീഴ്ത്തിയത്. വിക്രം ശരിക്കും പെട്ട അവസ്ഥയിലാണ് കേട്ട് നിൽക്കുന്നത്. അപ്പം ജഡ്ജി പറയാണ്, സോണിയുടെ മുൻ ഭർത്താവ് വിക്രം ആൽബർട്ട് എന്ന പുതിയ ഭർത്താവിനെ തലക്കടിക്കുമ്പോൾ അതൊരു മോഷണ ശ്രമത്തിനിടെ സംഭവിച്ച സാധാരണ കുറ്റകൃത്യമല്ല. അതിന് പിന്നിൽ ഒരു പ്രതികാരം കൂടി ഉള്ളതായി കോടതി കാണുന്നുണ്ട്. എന്താണോ വിക്രം ഉദ്ദേശിച്ചത് അത് തന്നെ കോടതി പറയുന്നത് പോലെയായിട്ടാണ് വിക്രത്തിന് ഫീൽ ചെയ്യുന്നത്. അതേസമയം പ്രകാശൻ തകർന്ന അവസ്ഥയിലാണ് കേട്ടിരിക്കുന്നത്. അപ്പോഴേക്കും കിരണിനും സോണിക്കും ശരണ്യക്കും ഒക്കെ ഒന്ന് എനർജറ്റിക്കായി അവരൊക്കെ. സോണി എന്ന പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ പെൺകുട്ടി ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അതും ഇല്ലാതാക്കാനാണ് പ്രതി ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശരണ്യ എന്ന പെൺകുട്ടിയുടെ ഭർത്താവായ മനോജിൻ്റെ ദയനീയാവസ്ഥയ്ക്കും ഈ കോടതി മൂകമായി സാക്ഷ്യം വഹിച്ചതാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വിക്രത്തിന് എന്താണ് പറയാനുള്ളത്? വിക്രത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് കോടതി ചോദിക്കുകയാണ്. വിക്രം ഒന്നും പറയാതെ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുന്ന സമയത്ത് കോടതി ചോദിക്കുന്നുണ്ട്, നിന്റെ കരണത്ത് നിന്റെ ചേച്ചിയായ പെങ്ങളായ കല്യാണിയുടെ കൈ വീണതിൽ എന്തെങ്കിലും അത്ഭുതം തോന്നുന്നുണ്ടോ? ശരിക്കും നിന്നെ തല്ലുക മാത്രമാണോ ചെയ്യേണ്ടിയിരുന്നത്? അപ്പോഴേക്കും കല്യാണി ഒരുതരം പ്രതികാരത്തോടു കൂടിയാണ് വിക്രത്തിനെ നോക്കുന്നത്. കാരണം കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും വിക്രത്തിൻ്റെ വക്കീൽ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, ആ ചോദ്യം അപ്രസക്തമാണ്. എനിക്ക് തന്നെ ഇവനെ തല്ലിക്കൊല്ലാൻ തോന്നുന്നു. അത് കേട്ട സമയത്ത് ജഡ്ജി പോലും അറിയാതെ പുഞ്ചിരിച്ചു പോവുകയാണ്. പക്ഷെ വിക്രം ഞെട്ടിക്കൊണ്ടാണ് വക്കീലിനെ വരെ നോക്കുന്നത്. പക്ഷേ പ്രകാശനടക്കം എല്ലാവർക്കും തല്ലിക്കൊല്ലാൻ തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് പ്രകാശനടക്കം ആരും തന്നെ ഒന്നും തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പം കോടതി വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര നേരം ആവേശത്തോടെ മൊഴി കൊടുത്ത നിനക്കൊന്നും പറയാനില്ലേ?
ഈ കേസിൽ കല്യാണി എന്ന പെൺകുട്ടിയെ ശിക്ഷിക്കുന്നതിനു പകരം അവളുടെ ജീവിത സാഹചര്യം, അവൾ ചെയ്ത പ്രവൃത്തിയുടെ മൂല്യം അവ കണക്കിലെടുത്ത് ഈ കോടതി അവളെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. കല്യാണി ശരിക്കും നിറകണ്ണുകളോടെയാണ് കേട്ട് നിൽക്കുന്നത്. അതേസമയം കിരണാണെങ്കിലും കൈമുട്ടിയിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് കല്യാണിയെയും കോടതിയെയും. അതുപോലെ തന്നെ സോണിയും ശരണ്യയും ഒക്കെ സന്തോഷത്തോടു കൂടിയാണ് കേട്ട് നിൽക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും വിക്രവും പ്രകാശനും ഏകദേശം തകർന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കോടതി വിക്രത്തിനോട് പറയുന്നുണ്ട്, കുറേ തെളിവുകൾ നിരത്തി കഴിഞ്ഞാൽ ഏതൊരു ക്രിമിനലിനും രക്ഷപ്പെടാമെന്നൊരു ധാരണയുണ്ട്. അതുപോലെ നിരപരാധികളെ ജയിലിൽ അടക്കാമെന്ന് പലരും കരുതുന്നുണ്ട്. അതൊന്നും സത്യമല്ല. കോടതിയിലുള്ളവരും വിധികർത്താക്കന്മാരും മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ശരിയും തെറ്റുമൊക്കെ വേർതിരിച്ചറിയാനുള്ള വിവേകമുണ്ടെന്ന് നിന്നെപ്പോലെയുള്ളവർ തിരിച്ചറിയണം. വിക്രം തലതാഴ്ത്തി നിൽക്കുകയാണ്. ഈ കേസിൽ കായൽവാരത്ത് പ്രകാശൻ മകൻ വിക്രമാദിത്യൻ കുറ്റക്കാരനാണെന്ന് നിരുപാധികം തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആയതിനാൽ വിക്രമാദിത്യനെ ഈ കോടതി റിമാൻഡ് ചെയ്യുന്നു. അവസാന വിധി കേൾക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ വിക്രവും പ്രകാശനും തകർന്നു പോവുകയാണ്. അത്രയും മകൻ തെറ്റ് ചെയ്തിട്ടും പ്രകാശൻ അവസാന നിമിഷം വരെ വിചാരിച്ചുകൊണ്ടിരുന്നു വിക്രത്തിനെ രക്ഷിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ വിധി കേട്ട സമയത്ത് കിരണും കല്യാണിയും അതുപോലെ തന്നെ ശരണ്യയും സോണിയും ഒക്കെ ഒത്തിരി സന്തോഷത്തിലാണുള്ളത്. കോടതി പിരിഞ്ഞതിന് ശേഷം കല്യാണിയെ അവർ 3 പേരും ഒരുപോലെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുകയാണ്. അതിനുശേഷം വിക്രത്തിനെയും കൊണ്ട് പോലീസുകാർ പുറത്തേക്ക്, അതായത് റിമാൻഡിലാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് പ്രകാശൻ അങ്ങോട്ട് തകർന്നടിഞ്ഞ ഒരാളായിട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ പ്രകാശൻ്റെ വക്കീലുണ്ട്. പ്രകാശനെ അടുത്ത് കണ്ടപ്പം വിക്രം സ്നേഹത്തോടെയും അല്ലെങ്കിൽ രക്ഷിക്കാനുള്ള അവസാന ശ്രമം എന്നോണം വിളിക്കുന്നുണ്ട്, അച്ഛാ. പക്ഷേ പ്രകാശിൻ്റെ കൺട്രോൾ പോയി നിൽക്കുകയായിരുന്നു. പ്രകാശ് അറിയാതെ അവൻ്റെ മുഖത്തേക്ക് അടിച്ചു പോവുകയാണ്. അപ്പം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ വിക്രം തല്ലുകൊണ്ട് നിൽക്കുകയാണ്. അത്രത്തോളം അച്ഛൻ തകർന്നടിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ വിക്രം ഒന്നും തിരിച്ചു പറയുന്നില്ല അയാൾ തല്ലിയപ്പോൾ. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് കോടതിക്കകത്തു നിന്നും കിരണും കല്യാണിയും സോണിയും ശരണ്യൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പം വിക്രം പ്രകാശിനോട് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു നല്ല വക്കീലിനെ വെച്ച് എന്നെ പുറത്തിറക്കാൻ പറ്റുമെന്ന്. പക്ഷേ അത് പ്രകാശനെ മുഴുമിപ്പിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വിക്രത്തിനോട് പറയുന്നുണ്ട്, പോ എന്ന് പറഞ്ഞ് വീണ്ടും അവനെ തല്ലുകയാണ്. അയാൾ ആത്മാർത്ഥമായി നെഞ്ചുപൊട്ടി കരയാണ്. കാരണം എന്തൊക്കെ ക്രൂരകൃത്യങ്ങളാണെങ്കിലും ഒരിക്കലും മോഷണത്തിന് അല്ലെങ്കിൽ ഇതുപോലെ തല്ലിക്കൊല്ലുന്നതിനും തലക്കടിക്കുന്നതിനൊന്നും അയാൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ വിക്രത്തിൻ്റെ സ്വന്തം തീരുമാനങ്ങളാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കിരണും കല്യാണിയും നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത് വിക്രത്തിന് ഒന്നും കൂടെ ചൊടിപ്പിക്കുകയാണ്. വിക്രം ദേഷ്യത്തോടു കൂടി രണ്ടുപേരെ നോക്കുന്ന സമയത്ത് പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് കയറടാന്ന് പറഞ്ഞിട്ട് അവനെ ജീപ്പിലേക്ക് കയറ്റുകയാണ്. അപ്പം കല്യാണി ദേഷ്യത്തോടെ പറയുന്നുണ്ട് കിരണിനോട്, പോകുമ്പോഴും അവൻ്റെ നോട്ടം കണ്ടില്ലേ. വിക്രത്തിനെ പോലീസുകാർ ജീപ്പ് കയറ്റി കൊണ്ടുപോകുന്ന കണ്ടപ്പോഴേക്കും പ്രകാശന് നെഞ്ചുവേദന തുടങ്ങുകയാണ്. അപ്പം പ്രകാശന് അവിടെ നിൽക്കാൻ പറ്റായിട്ട് അയാൾ പല സ്ഥലത്തും പിടിച്ച് അപ്പം വക്കീൽ ചോദിക്കുന്നുണ്ട്, എന്താടോ? എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു സാർ. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് കിരണും കല്യാണിയും ഒക്കെ നിൽക്കുന്നത്. അപ്പം വക്കീൽ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താടോ? അപ്പം പ്രകാശൻ അവിടെ തളർന്നിരുന്നിട്ട് പറയുന്നുണ്ട്, സാർ എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു സാർ. അപ്പോഴേക്കും കിരണും കല്യാണിയും ബാക്കി 2 പേരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം വക്കീൽ പറയാണ്, ഇയാൾക്ക് തീരെ വയ്യെന്നാണ് പറയുന്നത്. അപ്പം കല്യാണി കിരണിനെ നോക്കിക്കൊണ്ട് വക്കീലിനോട് പറയാണ്, സ്വന്തം മോനെ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തപ്പോൾ ഇങ്ങേരുടെ ഹൃദയം നിന്നുപോയി. തിരിച്ച് മറുപടി ഒന്നും പറയാതെ പ്രകാശൻ ദയനീയമായിട്ട് കല്യാണിയെ നോക്കുകയാണ്. അയാൾക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലെന്ന് അയാളുടെ മുഖത്തു നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പം കല്യാണി പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലാണ് ഈ മനുഷ്യന് ഹൃദയമുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത്. അപ്പം കല്യാണി വക്കീലിനോട് പറയാണ്, നേരത്തെ ഒരുപാട് സിമ്പതി കാണിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ ആ രാജപ്പനുള്ളപ്പോൾ ആ കടം ഞാൻ വീട്ടി. നെഞ്ചുവേദന വന്ന് ഇങ്ങേരുടെ ഹോസ്പിറ്റലിൽ ചിലവും ഞാൻ നോക്കി. ഇനി അത് പറ്റില്ല. അപ്പോൾ അയാൾ ദയനീയമായിട്ട് കല്യാണിയെ നോക്കുന്നുണ്ട്. അപ്പം കല്യാണി പറയാണ്, വിക്രം ജയിലിലേക്ക് പോയെങ്കിൽ അതിന് വഴിവെച്ചത് അവൻ്റെ സ്വന്തം അച്ഛൻ തന്നെയാണ്. ഭൂമിക്ക് തന്നെ ബാധ്യതയായ ഒരാളെ രക്ഷിക്കേണ്ട ഒരു കാര്യവും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. വിക്രം ഒന്നും പറയാതെ 2 പേരെ മാറി മാറി നോക്കുകയാണ്, കിരണിനെയും കല്യാണിയും. അപ്പോൾ കിരൺ അയാളോട് പറയുന്നുണ്ട്, അതെ, ഇവൾ പലപ്പോഴും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഇവൾക്ക് മൗനാനുമതി കൊടുത്തിട്ടേ ഉള്ളൂ. എന്നാൽ ഇന്ന് കല്യാണി നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയോ ചിലവ് നോക്കുകയോ ചെയ്താൽ ഒരു കാരണവശാലും ഇവക്കൊപ്പം ഞാൻ നിൽക്കില്ല. അതുകൂടെ കേട്ടപ്പം പ്രകാശം പറ്റ വേദന ഒന്നുകൂടെ കൂടുകയാണ്. അപ്പം സോണിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ജന്മം തീരട്ടെ. അടുത്ത ജന്മത്തിലെങ്കിലും നല്ലൊരു അച്ഛനാവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്ക്. അപ്പം ശരണ്യം പറയുന്നുണ്ട്, മോഷ്ടിക്കാൻ വേണ്ടി കയറിയിട്ട് 2 ചെറുപ്പക്കാരുടെ തലയാ അവൻ തല്ലി പൊളിച്ചത്. അതൊന്നും മറക്കാനേ ഞങ്ങൾക്ക് കഴിയില്ല. ശരണ്യ പറയുന്നുണ്ട്. അപ്പോഴേക്കും കല്യാണി കിരണിനോട് പറയാണ്, വാ കിരണേട്ടാ, നമുക്ക് പോവാം. അവർ 4 പേരും കൂടെ അവിടുന്ന് പോവുകയാണ്. അപ്പോഴേക്കും പ്രകാശം വേദന കൊണ്ട് പൊളഞ്ഞ് അവിടെ നിലത്ത് കിടന്നു പോവുകയാണ്. അപ്പോഴേക്കും വക്കീൽ പറയുന്നുണ്ട്, പ്രകാശ, തന്നെ ഞാൻ ഹോസ്പിറ്റലിലാക്കി തരാം.
മറ്റു കാര്യങ്ങളൊന്നും നോക്കാൻ എനിക്ക് പറ്റില്ല. അവർ പറഞ്ഞതിലും കാര്യമുണ്ട്. ലോകത്ത് ഇതുപോലൊരച്ഛനെ ആരും കണ്ടു കാണില്ല. അതുപോലെ ഇതുപോലൊരു കേസ് ഞാൻ ഏറ്റെടുത്തിട്ടുമില്ല. അവസാനം കരഞ്ഞുകൊണ്ട് പ്രകാശം പറയാണ്, എന്നെ ഒന്ന് ഹോസ്പിറ്റലിലാക്കി തരണം സാർ, എനിക്ക് വയ്യ, നെഞ്ചുവേദന എടുക്കുന്നു. അപ്പോൾ വക്കീൽ പറയാണ്, ഈ കേസ് കഴിഞ്ഞാലേ കുറച്ച് കാശ് കൂടി തരാമെന്ന് ഷാരിയും സരിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് വേണ്ടാടോ. ഏതായാലും താൻ എൻ്റെ വണ്ടിയിലോട്ട് കയറ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശിനെ അയാൾ എഴുന്നേൽപ്പിച്ച് വണ്ടി കയറ്റുകയാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശിനെയും കൂട്ടിക്കൊണ്ട് അയാൾ പോകുന്നുണ്ട്. അതേസമയം ദീപ കാത്തു നിൽക്കുകയാണ്, കിരണും കല്യാണിയും വരുന്നതും കാത്തിട്ട്. പക്ഷെ ടെൻഷനോട് കൂടിയാണ് നിൽക്കുന്നത്. എന്താണ്, ഇന്ന് വിധി അറിയുന്ന ദിവസമാണല്ലോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കിരണിൻ്റെയും കല്യാണിയുടെയും കാറ് വരുന്നുണ്ടായിരുന്നു. അപ്പം നിറഞ്ഞ പുഞ്ചിരിയോടുകൂടിയാണ് കിരണ് കാറിൽ നിന്ന് ഇറങ്ങുന്നത്. കല്യാണിക്ക് പക്ഷെ അമിതമായ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും അകത്ത് വന്നപ്പോൾ ദീപ ചോദിക്കുന്നുണ്ട്, എന്തായി മോളെ? അപ്പോൾ കിരണ പറയുന്നത്, ഇവള് ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുക. വിക്രത്തെ റിമാൻഡ് ചെയ്തു. ഇനി കുറച്ച് ദിവസം അവൻ സബ് ജയിലിൽ. അത് കഴിഞ്ഞ് ഇനിയും കോടതിയുണ്ട്. അവിടെ മിക്കവാറും ഇനിയുള്ള കാലം മുഴുവൻ അവൻ ജയിലിൽ കഴിയേണ്ടി വരും. അപ്പം അതിന് പ്രതികരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല ദീപ. അപ്പം കല്യാണി പറയുന്നുണ്ട്, എല്ലാം കഴിഞ്ഞപ്പോൾ അയാൾക്ക് നെഞ്ചുവേദന വന്നു, എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾക്ക്. അപ്പം ദീപ വെറുപ്പോടെ ചോദിക്കുന്നുണ്ട്, അയാൾക്കതിന് ഹൃദയമുണ്ടോ നെഞ്ചുവേദന വരാൻ? അപ്പം കല്യാണി പറയാ, ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ സോണിയുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സോണിയെ എല്ലാം മറന്ന് ഏറ്റെടുക്കാൻ വന്ന ആൽബിയേട്ടൻ്റെ മുഖവും. അടിച്ച പാവം ചെറുപ്പക്കാരൻ്റെ തല പൊട്ടിച്ചില്ലേ ഇയാളുടെ മോൻ. പിന്നെ അവനോടും അയാളോടും ഒരു സഹതാപത്തിൻ്റെ ആവശ്യമില്ല. അപ്പം കിരണ് ചിരിച്ചുകൊണ്ട് കല്യാണിയെ നോക്കിക്കൊണ്ട് അമ്മയോട് പറയാണ്, ഇങ്ങനെ ഒരു കല്യാണിയായിരുന്നു അമ്മേ എനിക്ക് വേണ്ടത്. ഇപ്പോഴാ ശരിക്കും ഇവളെ ഓർത്തെനിക്ക് അഭിമാനം തോന്നുന്നത്. അപ്പം ദീപയും പറയുന്നുണ്ട്, മോൾക്ക് ശബ്ദം കിട്ടിയതിൽ പിന്നെയാ ഇങ്ങനെ ഒരു മാറ്റമുണ്ടായത്. അപ്പം കല്യാണിയും പറയുന്നുണ്ട്, ആ ശബ്ദം ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അമ്മേ, പ്രത്യേകിച്ച് ഞാൻ സ്നേഹിക്കുന്നവർക്ക്. ഇനി ഇതുപോലെ അയലത്ത് താമസിക്കുന്നവരെയൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. കിരണേട്ടൻ്റെ അങ്കിളിന് എന്നെങ്കിലും ഒരു ദിവസം കോടതി കയറേണ്ടി വന്നേക്കാം. അങ്ങനെയെങ്കിൽ അന്ന് ഞാൻ തന്നെ ആയിരിക്കും അയാൾക്കെതിരെ കേസ് വാദിക്കുക. അത് കേട്ടുകൊണ്ട് തന്നെ കിരണ് ചിരിച്ചുകൊണ്ട് പറയാണ്, ഇനിയിപ്പോൾ എനിക്ക് സംശയമൊന്നുമില്ല, ധൈര്യമായിട്ട് ഇവളെ കേസ് ഏൽപ്പിക്കാം. എല്ലാം കഴിഞ്ഞ ശേഷം ജയിലിലേക്ക് പോകാനുള്ള വാഹനത്തിൽ കയറിയ ശേഷം എന്നെ നോക്കിയ നോട്ടം കണ്ടായിരുന്നോ കിരണേട്ടൻ? വിക്രം നോക്കിയതിനെക്കുറിച്ചാണ് കല്യാണി പറയുന്നത്. അപ്പം കിരണും പറയുന്നുണ്ട്, ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. ദഹിപ്പിക്കുന്ന നോട്ടായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇനി അവൻ പുറത്തെത്തിയാൽ ഇപ്പോൾ ചെയ്തതിനേക്കാളും കൂടുതൽ ചെയ്യുമെന്ന കാര്യം ഉറപ്പാ. അതുകൊണ്ട് ഇനി അവൻ പുറത്തിറങ്ങുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കാനേ പാടില്ല. ഒരു ഇരട്ട പര്യന്തമെങ്കിലും അവന് തരപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ വന്നാൽ വാർദ്ധക്യം വരെ അവൻ അവിടെ കിടന്നോളുമല്ലോ. കല്യാണിക്ക് അത്രയേറെ വെറുപ്പുണ്ടായിരുന്നു പ്രകാശിൻ്റെ അടുത്തും വിക്രത്തിൻ്റെ അടുത്തും അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതും പറഞ്ഞിട്ട് കല്യാണി അകത്തേക്ക് പോവാണ്. കല്യാണി പോയതിന് ശേഷം കിരണ് ചോദിക്കുന്നുണ്ട്, സ്വന്തം മോൻ ജയിലിലേക്ക് പോയതിൽ അമ്മയ്ക്ക് വിഷമമൊന്നുമില്ലല്ലോ? അപ്പം പുച്ഛത്തോടെ ദീപ പറയുന്നുണ്ട്, എന്തൊരു ചോദ്യാ മോനെ, അവനെ പ്രസവിച്ചതിലാ എനിക്ക് വിഷമം. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള മക്കളെ ജനിപ്പിക്കുന്ന അമ്മമാര് അവർക്ക് എന്തെങ്കിലും കൊടുത്ത് കൊല്ലുന്നതാ നല്ലത്. ദീപക്കും അവനോട് അത്രയേറെ വെറുപ്പുണ്ടെന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്നും കിരണ് മനസ്സിലാവുകയാണ്. പ്രകാശനെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്കാണ് വക്കീൽ പോയിട്ടുണ്ടായിരുന്നത്. പ്രകാശൻ വേദന കൊണ്ട് പൊളയാണ്. നേരെ ICUയിലേക്കാണ് പോയത്. അപ്പോൾ അതിനുശേഷം വക്കീൽ അവിടെ കാത്തു നിൽക്കുമ്പോൾ ഡോക്ടർ വന്നപ്പം ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് സർ? കുറച്ച് കുഴപ്പം പിടിച്ച കേസാ. അപ്പം വക്കീൽ പറയുന്നുണ്ട്, അയാളുടെ മോൻ്റെ കോടതിയിലെ കേസ് ഞാനാണ് വാദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിധി എതിരായിപ്പോയി. മോനെ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ അച്ഛൻ വീണതാ. പിന്നെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ കുഴഞ്ഞു വീണ അയാളെ കളഞ്ഞിട്ട് പോരാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇടയ്ക്ക് വെച്ചൊരു ഫോൺ നമ്പർ തന്നു. അയാളുടെ അമ്മയുടെ നമ്പറാണെന്നാണ് പറഞ്ഞേ. വിവരം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഓടിക്കതച്ചുകൊണ്ട് നമ്മുടെ അമ്മൂമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. സാറന്മാരെ സാറന്മാരെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇവരുടെ അടുത്തെത്തിയപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പ്രകാശൻ്റെ അമ്മയാ സാറന്മാരെ. ആ ശരി. ഓ, ഡോക്ടർ ഇപ്പോൾ മോനെ ICUയിലേക്ക് കൊണ്ടുപോയതേ ഉള്ളൂ, വക്കീൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം കരഞ്ഞുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് അമ്മൂമ്മ പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് സാറേ എൻ്റെ മോനിക്ക്? എത്രയും പെട്ടെന്നൊരു ഇഞ്ചക്ഷൻ എടുക്കണം. അതിനു മുമ്പ് കുറച്ച് പൈസ കെട്ടണം. അതിനുശേഷം മാത്രമേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങൂ. ഡോക്ടർ പറഞ്ഞ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർ ഞെട്ടുകയാണ്. കാരണം പണം അവരുടെ കയ്യിലില്ല. അപ്പം ഡോക്ടർ അവിടുന്ന് പോയതിനു ശേഷം കരഞ്ഞുകൊണ്ട് അവർ വക്കീലിനോട് പറയുന്നുണ്ട്, അതിന് ഞാൻ എവിടെയാ സാറേ പൈസക്ക് പോവുക? അപ്പം വക്കീൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, കോടതിയിൽ കുഴഞ്ഞു വീണ ആളെ ഞാൻ ഇവിടെ എത്തിച്ചു. അതിനപ്പുറം പൈസ കൊണ്ട് സഹായിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോഴേക്കും അമ്മൂമ്മ ചോദിക്കുന്നുണ്ട്, അവൻ്റെ മോൻ എവിടെ സാറേ? അപ്പോൾ അയാൾ ദേഷ്യത്തോടൊന്നും പറയാതെ പോകാൻ ശ്രമിക്കുമ്പോഴേക്കും അയാളുടെ കൈ കയറി പിടിച്ചുകൊണ്ട് അവർ ചോദിക്കുന്നുണ്ട്, അയ്യോ സാറെന്താ ഒന്നും പറയാതെ പോകുന്നത്? അപ്പോൾ അയാൾ പറയാണ്, അതൊക്കെ അയാൾക്ക് ബോധം തെളിയുമ്പം ചോദിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് വക്കീൽ അവിടുന്ന് പോവാണ്.
അപ്പം വേഗം ICUവിൻ്റെ പുറത്തുനിന്ന് പ്രകാശനെ കാണാൻ പറ്റുമോ നോക്കിയതിന് ശേഷം അവരിങ്ങനെ അന്താളിപ്പോടെ നിൽക്കുകയാണ്. അതിനുശേഷം ഡോക്ടർ മുറിയിലേക്ക് വന്നിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട്, ഡോക്ടറെ ഒന്ന് സഹായിക്കണം സാറേ, പൈസ ഞാൻ എവിടുന്നെങ്കിലും ഒപ്പിച്ചുകൊണ്ട് തരാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പൈസ കിട്ടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഡോക്ടർ പറയുന്നുണ്ട്. ഇത് എൻ്റെ ഹോസ്പിറ്റലായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഞാൻ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ എന്നെ ഇവിടെ വെച്ചവരോട് ഞാൻ സമാധാനം പറയേണ്ടി വരും. അപ്പോൾ അമ്മൂമ്മ പറയുന്നുണ്ട്, അല്ല ആരെങ്കിലും കാണണമെങ്കിൽ കാണാൻ സാറേ, നിങ്ങൾ ആരെ കണ്ടിട്ടും കാര്യമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് എവിടുന്നെങ്കിലും പണം സംഘടിപ്പിച്ചുകൊണ്ട് വരൂ. അയാളുടെ നില വളരെ ഗുരുതരമാണ്. പെട്ടെന്ന് വേണ്ടതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആളെ കാണാൻ പോലും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറയാണ്, അയ്യോ എനിക്ക് ആകെ കൂടി അവൻ മാത്രമേ ഉള്ളൂ സാറേ. അവൻ്റെ മോൻ്റെ കാര്യം എന്തായിന്ന് അറിയത്തില്ല സാറേ. സാറ് വല്ലതും അറിഞ്ഞോ? അപ്പോൾ ഡോക്ടർ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അതൊക്കെ ഞാനെങ്ങനെ അറിയാനാ? എൻ്റെ സാറേ, എൻ്റെ മോൻ അവൻ്റെ മോനെയും കൊണ്ട് കോടതിയിലേക്ക് പോയതാ. പിന്നെ എന്തായി എന്നൊന്നും അറിയത്തില്ല. ഓ അത് ശരി. അപ്പം കേസും വഴക്കൊക്കെ കഴിഞ്ഞിട്ടാണ് അയാൾ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലേ? അതുകൊണ്ടായിരിക്കും വക്കീൽ അയാളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അപ്പം അമ്മൂമ്മ പറയുന്നുണ്ട്, കോടതിയിൽ എന്താ നടന്നതെന്ന് അറിയത്തില്ല സാറേ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞത് ചെയ്യാൻ നോക്ക്. അവർ കരഞ്ഞുകൊണ്ട് അവിടുന്ന് നേരെ പോയത് ICUവിലുള്ള പ്രകാശനെ കാണാൻ വേണ്ടിയിട്ടാണ്. അകത്തെത്തിയതും സങ്കടം സഹിക്കാൻ വയ്യാതെ ഒരു മകനെ നോക്കി കരഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നത്. അപ്പം പ്രകാശനും കാണുന്നുണ്ട് അമ്മ കയറി വരുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.